അപ്പോൾ ഇന്ന് വിഷുവാണ്. വിഷു വേല എന്ന് പറഞ്ഞ സംഭവമുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പാലക്കാട് ജില്ലയിൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാൻപറ്റ ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമുക്ക് വിഷുവേല ഒന്ന് കാണാം. എന്തൊക്കെയാണ് നമ്മൾ വിഷുവിന് ഏതൊക്കെ രീതിയിലുള്ള ആചാരങ്ങളുണ്ട്, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്തായാലും കാഴ്ചകൾ കാണുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരമായ സ്ഥലം കൂടിയാണ് നമ്മുടെ പാലക്കാട്. വഴിയൊക്കെ ചെയ്യുമ്പോൾ ക്യാഷിൻ്റെ ഒരു ഡെലിവറി കാണിക്കലോ, അപ്പോൾ അതിൽ കാണിക്കണേ. അപ്പോൾ ഞാൻ പല വട്ടം അതങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഏകദേശം കുറച്ച് കൂടുതലാന്ന് മാത്രം. കാരണം ഒക്കെ ഈ വഴിവായിട്ടുള്ള കാര്യം ആളുകൾ, പിന്നെ പണ്ടത്തെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനം ഉള്ളൊരു ജീവിതഘടന ആയിരുന്നു. ഇന്ന് ഇപ്പോൾ വിഷുവിനെ പറ്റി പറയാതെങ്കിൽ ശരിക്കും നഗരത്തിൽ പറ്റില്ല. അത് നമുക്ക് നാടിന് പോയിട്ട് പറയേണ്ടി വരും. അപ്പോഴാണ് ശരിക്കും വിഷുവിന് അവിടെ ഇരുന്ന ആ കാറ്റ് കൊണ്ടിരിക്കാൻ ആ മരത്തിൻ്റെ ചുറ്റും. സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നിപ്പോൾ വിഷുവാണ്, മലയാള മാസം 1-ാം തീയതി. അപ്പോൾ നമ്മളിപ്പോൾ വിഷുവൊക്കെ അടിച്ച് പൊളിച്ച് വിരുന്ന് പോയിട്ടും ആഘോഷിച്ചിട്ടും 2 അടിച്ചിട്ടും അതേപോലെ കുട്ടികളിലെ ഊഞ്ഞാലാടലും അടപരത്തലും പൂക്കൾ പറിക്കലും ഒക്കെ ഇവിടെ ഒരു ദിവസം കൂടിയാണെന്ന്. എന്തൊക്കെയാണ് ഇന്നത്തെ വിഷുവിൻ്റെ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് വെറുതെ പോയോക്കാച്ചിട്ട് വന്നാട്ടോ. ഇപ്പോൾ സമയം നട്ടുച്ച 1 മണിയായി. അപ്പോൾ കാര്യമായിട്ട് ആളുകളൊന്നും കാണാനില്ല. അതേപോലെ നമ്മുടെ മണ്ണാർക്കാടിലെ വ്യാപാര സ്ഥാപനങ്ങളിലൊന്നും തുറന്നിട്ടില്ല. പിന്നെ സർക്കാർ ഓഫീസൊക്കെ ലീവാണ്. ട്രാഫിക്കിലുള്ള പോലീസുകാരൊക്കെ കമ്മിയാണ്. എല്ലാവരും ആഘോഷിക്കുകയാണ്. പക്ഷേ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇതാണ് നമ്മളെ നഗരത്തിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. എന്താണ് ഒന്നാമത്തെ ലീവാണ് പകുതി. ലീവ് ഇല്ലാത്തവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഒരു ആഘോഷം ഇല്ല. പടക്കം പൊട്ടിക്കലും ഇല്ലെങ്കിൽ ഈ പിന്നെ വൈകുന്നേരത്തെ ഒരു ഇടവേള സമയങ്ങളിൽ പൊതുവായിട്ടുള്ള കാര്യം ആളുകൾ, പിന്നെ പണ്ടത്തെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനം ഉള്ളൊരു ജീവിതഘടന ആയിരുന്നു. ഇന്ന് ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ, നഗരത്തിൽ തന്നെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ചുറ്റും കൂടി എന്നിട്ട് മൊബൈൽ ഫോണിലാണ് ഇപ്പോൾ അവർ കാര്യമായിട്ട് പരത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പരസ്പരമായിട്ടുള്ള സംസാരമില്ല. കൂടുതലും മൊബൈൽ ഫോണും അതേപോലെ വലതുവശത്ത് ഒരു കാറുകാരൻ തട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പ്രശ്നമാണ്. പൊതുവേ കാറുകാർക്ക് അപകടത്തിലൂടെയുള്ള ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വിഷുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നഗരത്തിൽ പറ്റില്ല. അത് നമുക്ക് നാടിന് പോയിട്ട് പറയേണ്ടി വരും. അപ്പോഴാണ് ശരിക്കും വിഷുവിൻ്റെ ആഘോഷം എന്താണെന്ന് കൂടി നമുക്ക് ശരിക്കും പറയാൻ പറ്റുക. അപ്പോൾ മലയാള മാസം 1-ാം തീയതി ബീവറേജിന്, അതായത് കേരള ബീവറേജിന് അവധിയില്ല. ഇംഗ്ലീഷ് മാസം ആണ് അന്ന് അവധിയുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ പിന്നെ തിരക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാം. കാരണം നമ്മളിപ്പോൾ ഓരോ കാര്യം അന്വേഷിക്കുമ്പോൾ അതൊക്കെ വേണമല്ലോ. പിന്നെ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ
പണ്ടത്തെ പിന്നെ നമ്മുടെ പഴയ വിഷു, ഓണം, പെരുന്നാൾ ഇതിൻ്റെ ഒന്നും ആചാരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അതായിരിക്കാം ചിലപ്പോൾ നമുക്ക് പുതിയ തലമുറയിലെ മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മളും കൂടി അത് ചെയ്തു പോരുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ പിന്നെ ആളില്ലാത്ത നഗരം. ഞാൻ വേറൊരു കാര്യം പറട്ടെ, ഞാൻ അപ്പളേ അവിടെ നല്ല തിരക്കാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മുടെ കേരള സർക്കാരിന് നല്ല ലാഭം തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ വാർത്തയിൽ ചാനലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 98 കോടി റുപ്യ. 98 കോടി അല്ല കേട്ടോ, ശരിക്കും 180 കോടി റുപ്യയാണ് നമ്മുടെ കേരള സർക്കാരിന് ഈ കഴിഞ്ഞ പെരുന്നാൾ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു കണക്ക്. പക്ഷേ അത് വാർത്താ ചാനലുകാർ 98 കോടി റുപ്യ എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും കണക്ക് അങ്ങനെ അത്രയാണ് വന്നത്. കാരണം ഇപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ നമ്മുടെ മണ്ണാർക്കാട് ബീവറേജ് കോർപ്പറേഷനിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ സമയം കൊണ്ട് രാവിലെ 10 മണിക്ക് ഓപ്പൺ ചെയ്തിരുന്ന ബീവറേജ് ഏകദേശം 3 ലക്ഷം രൂപ ആയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞതല്ല. അവർ ആ മൊബൈലിൽ ഞാൻ കണ്ടത്. അത് നമ്മൾ ഈ ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യുമ്പോൾ ക്യാഷിൻ്റെ ഒരു ഡെലിവറി കാണിക്കുമല്ലോ, അപ്പോൾ അതിൽ കാണിക്കണേ. അപ്പോൾ ഞാൻ പല വട്ടം അതങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഏകദേശം കുറച്ച് കൂടുതലാണെന്ന് മാത്രം. കാരണം ഒക്കെ ഈ വലിയ വലിയ സാധനങ്ങളാണ് വാങ്ങുന്നത്. അതായത് കൂതറ സാധനമാണ്. പക്ഷെ അത് 2-3 വാങ്ങുമ്പോൾ പൈസ കൂടുതലല്ലേ. ഒരു കുപ്പിക്ക് 600 രൂപ വെച്ച് കൂട്ടിയാൽ 10 കുപ്പിക്ക് 6000 രൂപയായി. അപ്പോൾ 10 ആൾ മാത്രമാണോ വരുന്നത്? അല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഇത്. പക്ഷെ വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ കേരള സർക്കാർ ബീവറേജ് കോർപ്പറേഷൻ നമ്മുടെ കുടിയന്മാർക്ക്, നിങ്ങൾ ആ വാങ്ങുന്ന ആൾക്കാർക്ക് 1 രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു. ഏത് നിങ്ങളുടെ ബിസിനസ്. ഞാൻ തെറ്റാണോ കുറ്റാണോ പറയുന്നതല്ല, ശരിക്കും യാഥാർത്ഥ്യമാണ്. നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് വിഷു കൈനീട്ടം കിട്ടും, അമ്പലത്തിൽ പോയാൽ കിട്ടും. പിന്നെ ഇനി മൂത്ത കാരണന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ 10 രൂപ തരും. അപ്പോൾ ഏറി വന്ന നിങ്ങൾക്ക് 1 രൂപയല്ലേ ചിലവാവുള്ളൂ. ഞാനിത് കേരള ബീവറേജ് കോർപ്പറേഷനോട് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അടുത്ത വർഷമെങ്കിലും നിങ്ങൾ എല്ലാ ബീവറേജ് ഔട്ട്ലെറ്റിലും നിങ്ങൾ കുടിയന്മാർക്കായിട്ട് വിഷു കൈനീട്ടം 1 രൂപ വെച്ച് കൊടുക്കണം എന്ന് എൻ്റെ പ്രത്യേക അഭ്യർത്ഥനയാണ്. കാരണം ഏതൊരാൾക്കും ഉണ്ടാവുമല്ലോ ഒരു ആഗ്രഹം. പാമ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ വെച്ചിട്ടാക്കിയില്ല ഇവിടെ അതൊരു തള്ളാക്കട.
ഞാനിപ്പോൾ ഉള്ളത് എവിടെ അറിയോ? നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിലുള്ള പരിയാൻപറ്റ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റപ്പാലം താലൂക്കിൽ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് ഈ ഒറ്റപ്പാലത്തിനോട്. അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷു ആണിന്ന്. അപ്പോൾ നമ്മൾ കൈനീട്ടം കൊടുത്തിട്ടും ഇല അട ഉണ്ടാക്കിയിട്ടും ഓരോ ജോലികൾ ഏർപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷുവേല കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് വിഷുവേല കാണാൻ ഏകദേശം ഒരു 1000-ഓളം ആളുകൾ നമ്മുടെ സ്വന്തം പരിയാനപ്പറ്റ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാഴ്ചകളേക്ക് കാണുക. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. വേലകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വരുന്ന ശബ്ദമാണ് ബാക്കിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടുതൽ കാഴ്ചകളിലേക്ക് കാണുക. വിഷുവേല എന്താണെന്നുള്ളതും ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും. എന്നാലും നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്.
നമ്മളെ സുഹൃത്തുക്കളെ, നിങ്ങളവിടെ ഏകദേശം കാഴ്ചകളെ കണ്ടു. വേല ഇറങ്ങി വരുന്നത്, അതായത് 3 ഭാഗത്തു നിന്നുള്ള വേലകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേലകളൊക്കെ അണിനിരക്കാനുള്ള സമയം കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ഇവിടെ ചെറിയൊരു കലാപരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ ഉള്ളിലേക്ക് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ പറയുക, മത്സ്യാഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉള്ളിലേക്ക് പോകാത്തത്. അല്ല, ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ബാക്കി കാഴ്ചകളും കൂടി ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ കാണണം. സുഹൃത്തുക്കളെ, എത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെ അറിയില്ലേ? നമ്മുടെ സ്വന്തം പരിയാരപ്പറ്റക്കാവിൻ്റെ പാടത്തിൻ്റെ വശത്താണ്. അപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പശുക്കൾ പാടത്ത് മേയുന്നുണ്ട്. അപ്പോൾ താഴെ വിശാലമായ പാടാണ്. അപ്പോൾ നല്ല അടിപൊളി ഫീലിംഗ് ആയ സ്ഥലമാണ്. പശു അഴിക്കാൻ വേണ്ടിയിട്ടൊരു അതിൻ്റെ ഉടമസ്ഥ വന്ന് അഴിക്കുന്നുണ്ട്. അപ്പോൾ സുന്ദരമായ ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ എന്ത് രസം അറിയും. അപ്പോൾ മഴക്കോൾ നല്ലോണം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടിയിട്ടുണ്ട്. മഴ പെയ്യാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരമായ സ്ഥലം കൂടിയാണ് നമ്മുടെ പാലക്കാട് കേട്ടോ. ആര് കണ്ടാലും എൻ്റെ പള്ളി പശു നീ എന്നെ കുത്താതെ പോയി നന്ദി, ഞാൻ എന്നെ പേടിച്ചു പോയി. അപ്പോൾ ഏറ്റവും ഭംഗിയാർന്ന ഓർമ്മകൾ അയവിറക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പാലക്കാട് ജില്ല. നമ്മൾ എത്ര നോക്കി നിന്നാലും നമുക്ക് പോകാൻ തോന്നാത്തൊരു കാഴ്ചയും കൂടിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വല്ലാത്തൊരു ഫീലിങ്. അപ്പോൾ ഞാനവിടെ പറഞ്ഞു ഇങ്ങനത്തെ പിന്നെ ഒറ്റപ്പാലവും ഞാനും കൂടി ഒരു ബന്ധമുണ്ട് എന്നുള്ളത്. ഒറ്റപ്പാലത്തെ ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക്. ഞാനതാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിൽ വന്നിരിക്കണത്. അധികം ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി ആ ഭാഗത്തുകൂടെ അങ്ങോട്ട് എൻ്റെ മനോഹരമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. അത് കുറച്ചും കൂടി സമയമുണ്ട് എന്നും കൂടി ഞാൻ കരുതുന്നുണ്ട്. അപ്പം ഇവിടെ വന്നിരിക്കാനും ഇവിടെ ഈ പുല്ലുകളിൽ തട്ടി കാറ്റിൻ്റെ ഇളം ആ ഒഴുക്ക് കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്ന് അറിയോ. പിന്നെ തണുത്ത കാറ്റാട്ടോ അവിടെ. അത് മഴ പെയ്യാനുള്ളൊരു ഒരുക്കം കൂടിയാണ്. ചിലപ്പോൾ ചെർപ്പളശ്ശേരി ആ ഭാഗത്ത് ചിലപ്പോൾ മഴ ഉണ്ടാവും, മഴ പെയ്തുണ്ടാവും. അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു കാറ്റും കൂടിയാണ്. ഇപ്പോൾ താഴെ അവിടെ ദൂരെ കാണുന്നത് വയലുകളും അത് പിന്നെ ഈ എന്താ പറയുക നെല്ലൊക്കെ അരിഞ്ഞിട്ട് അപ്പോൾ വെറും കണ്ടം മാത്രമാണ്. അപ്പോൾ താഴെ നല്ല രസമാണ് കാണാൻ. എന്ത് രസമാണ് കാണാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയൊരു മനോഹാരിത ഇനി നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള അഭിപ്രായം കേട്ടോ. എത്ര ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ